വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. യുറേക്ക രണ്ടും രണ്ടും നാലല്ല, രണ്ടും രണ്ടും അഞ്ചാക്കി മാറ്റും. ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും. ഹലോ ഹൊറേക്ക, ഇത്തവണ നിങ്ങൾ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ സാധിച്ചത്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അതൊരു മനുഷ്യനിൽ പ്രയോഗിച്ചു. ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് ആ മനുഷ്യനുണ്ടല്ലോ ഒരു ഹ്യൂമൻ ബാറ്റായി മാറിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഹ്യൂമൻ ബാറ്റ്. അവന് ഞാനിട്ട പേരെന്താന്നറിയോ? ശുക്രാന്ത്. അങ്ങനെ ആവില്ലല്ലോ. ഹ്യൂമൻ ബാറ്റ്, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഹൊറേക്ക രണ്ടും രണ്ടും നാലല്ല, രണ്ടും രണ്ടും അഞ്ച് ചെയ്യുന്നവനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ശുക്രാന്ത്, ഒന്നിങ്ങോട്ട് വരൂ. Unbelievable, amazing. എനിക്ക് ഇയാളെ പോലത്തെ കുറെ മനുഷ്യരെ ഉണ്ടാക്കി തരൂ. എനിക്ക് ഇതുപോലെ കുറെ കോട്ടങ്ങൾ വേണം. നീ ചോദിക്കുന്ന കാശ് ഞാൻ തരും. എനിക്കും ആവശ്യമുണ്ട്. ഞാനും പണം കൂടുതൽ തരാം കേട്ടോ. എനിക്കൊരു1000 വേണം. പകരമായിട്ട് ഞാൻ ഡയമണ്ട്സ് തരാം. എന്റെ അടുത്ത് എത്ര വേണമെങ്കിലും ഡയമണ്ട്സ് ഉണ്ട്, ചോദിച്ചാൽ മതി. അവൻ തരുന്ന പണത്തിനേക്കാളും കൂടുതൽ ഡയമണ്ട്സ് തരാം. നിക്കൂ, ധൃതി വെക്കല്ലേ. ശരി, ഞാൻ ഇതുപോലെ ഒരു 100 എണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നതാണ്. ഞാൻ ആവശ്യപ്പെടുന്ന പണം തരുന്നവർക്ക് ഞാൻ ഇത് കൊടുക്കും. എങ്കിൽ ഒട്ടും താമസിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങൂ. ശുക്രാന്ത്, രാത്രി വേദാ നഗരത്തിൽ ചെന്ന് ഓരോരുത്തരെയും ഓരോ ദിവസമായിട്ട് കൊണ്ടുവരൂ. അവരെ എല്ലാവരെയും ഞാൻ ഹ്യൂമൻ ബാറ്റാക്കി മാറ്റുന്നതാണ്. വേദാ നഗരത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഹ്യൂമൻ ബാറ്റാക്കി മാറ്റി ഞാൻ എന്റെ കാര്യം അങ്ങനെ സാധിക്കും. മുത്തശ്ശ, എന്തിനാ കിടന്ന് രാത്രിയിൽ ഇങ്ങനെ പാടുന്നേ? ഉറങ്ങാൻ പറ്റുന്നില്ല, അറിയോ? ഓക്കെ സ്വാമിജി, ഞാൻ രാത്രി മുഴുവൻ പാടി പകൽ ഉറങ്ങിക്കോളാം. എന്റെ മുത്തശ്ശ, നിങ്ങൾ എന്താണ് ഈ പറയണത്? രാത്രി പാട്ട് പാടിയ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാം? മുത്തശ്ശ, അങ്ങോട്ട് നോക്കൂ, എന്തോ ഒരു സാധനം വരുന്നു. വേഗം അകത്തേക്ക് ഓടിക്കോ. താങ്ക് യു ശിവ. കുട്ടി, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഇതാ
പ്രധാന വാർത്തകൾ. വേദ നഗരത്തിൽ ഒരു അനിഷ്ട സംഭവം നടന്നിരിക്കുന്നു. ഒരു വവ്വാല് മനുഷ്യൻ എവിടെ നിന്നോ വന്നിരിക്കുന്നു. ശിവയുടെ മുത്തശ്ശനെ അത് പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ശിവ ആ വവ്വാല് മനുഷ്യനുമായി ധൈര്യമായി നേരിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ശിവ പറയൂ, ആ വവ്വാല് മനുഷ്യൻ എങ്ങനെയുണ്ടായിരുന്നു? അത് ശരിക്കുള്ള രൂപമാണോ അല്ലെങ്കിൽ ആരെങ്കിലും വേഷം കെട്ടിയതാണോ? അല്ല, കാണാനായിട്ട് ഒരു മനുഷ്യനെ പോലെയുണ്ട്. അതിന്റെ ചിറകുകളൊക്കെ ഒരു വവ്വാലിനെ പോലെയാണ് ഉള്ളത്. അതും ഒരു വലിയ കടവവാല് പോലെ തന്നെ. അല്ല, എന്തായാലും ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതിരുന്നത് വളരെ നന്നായി. അല്ലെങ്കിൽ ഞാൻ ആ ബാറ്റ്മാന്റെ കാലില് കയറിട്ട് കെട്ടി നേരം വെളുക്കുമ്പോ ഈ ആകാശത്ത് കൂടെ എല്ലാരും കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പറപ്പിച്ചാൽ അറിയോ? എല്ലാവരും ഈ ആദ്യം കണ്ട് പേടിക്കണം. കളിപ്പേര്, ഇത് വല്ലാത്ത കളിപ്പേരായി പോയി. ഞാൻ വളരെ രഹസ്യമായി വെച്ചോണ്ടിരുന്ന ഈ കാര്യം ഇപ്പോൾ വലിയ ന്യൂസ് ആയി പോയല്ലോ. ചെറിയ പീക്കിരി കുട്ടികളാ ഇന്നെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ഇതെന്ത് പണിയാ കാണിച്ചത് ശുക്രാന്ത്? ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ സൈന്യാധിപനാണ് നീ. എന്നിട്ട് ഞാൻ പറഞ്ഞ ജോലി പോലും ചെയ്യാതെ നീ തിരിച്ചു വന്നിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം ബോസ്. ആ കുട്ടി ഭയങ്കരമായിട്ട് സൈക്കിളൊക്കെ ചവിട്ടുന്ന കുട്ടിയാ. ഞാൻ കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. ആകാശവും ഭൂമിയൊക്കെ ചെക്കന് നിസാരാ. അതിശയം തന്നെ. അവന്റെ കാര്യം നീ അങ്ങ് വിട്ടേക്ക്. ആദ്യം നീ ചെന്ന് അവന്റെ ആ കൂട്ടുകാരെ പിടിച്ചോണ്ട് വാ. അവരാ ന്യൂസിൽ ഇരുന്നോണ്ട് എന്നെ കളിയാക്കുന്നത് നീയും കൂടെ കണ്ടതല്ലേ? ആ ബാറ്റ്മാൻ ആദ്യം പൊക്കിക്കൊണ്ട് പോയി. ആണോ? എവിടെ? ഓ ശരി ശരി. ലഡു സിംഗ് സാറിനെ അറിയിച്ചാലേ പറ്റൂ. എന്റെ പുന്നാര കൊച്ചു കൊച്ചു വവ്വാലുകളെ, നിങ്ങളുടെ ഈ ശക്തിയും ആകൃതിയും ഒക്കെ ഞാൻ മനുഷ്യർക്ക് നൽകുന്നതാണ്. നിങ്ങളെ കൊണ്ട് എനിക്ക് എന്ത് വലിയ പ്രയോജനമാണ് ഉണ്ടാകുന്നറിയോ? എന്റെ പരീക്ഷണ വിജയത്തിന് പ്രധാന കാരണം നിങ്ങൾ മാത്രമാണ്. ബോസ്, ഞാൻ ആ ചെറുക്കനെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കൊള്ളാം കൊള്ളാം. അവനാണ് എന്നെ കളിയാക്കിക്കൊണ്ട് കുറഞ്ഞേരം നിന്നത്. ഇനി നമ്മൾ വേണം അവനെ കളിയാക്കാൻ. നീ വേഗം അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നെ വിട് ശിവ. ശിവ, ശിവ. ബാറ്റങ്ങൾ മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കട്ടാ. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ പിടിച്ച് ഞാൻ നല്ല കൊഞ്ഞക്കിട്ട് കുത്തും. ചളങ്ങിയാ പോകുന്ന പിന്നെ ഒന്നും കൂടി ചളങ്ങും കേട്ടോ. ശിവ, വേഗം വാ ശിവ. ഞാൻ ഈ ബാറ്റ്മാന്റെ കാല് പിടിച്ചിട്ടുണ്ട്. ബാക്കി ജോലിയൊക്കെ ശിവയുടെയാണ്. ഞാൻ എത്ര നേരം വെച്ച് പിടിക്കണം. ഒന്ന് വേഗം വാ. നിന്നെ ഞാനാണ് കൊണ്ടുവന്നത്. എന്റെ അനുവാദമില്ലാതെ എങ്ങോട്ടും പോവരുത്. മനസ്സിലായി. കുട്ടി, നീ വീണ്ടും വന്നോ? ഇന്ന് നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. നോക്കിക്കോ. ശിവാന്നല്ലേ നിന്റെ പേര്? എങ്ങോട്ടാ നീ ഓടി പോകുന്നത്? ഞാനുമായി ഏറ്റുമുട്ടാൻ വാ. ഇതിനെ ഞാൻ കുറെ ദൂരത്തേക്ക് കൊണ്ടുപോകാം. ആ മരത്തിന് താഴെ ഒരു കുളമുണ്ട്. അത് ചടിഞ്ഞ് രക്ഷപ്പെട്ടു. എങ്ങനെ ഓടാനാണ് പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അയാളുടെ ഇരയാണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ നീ അവിടെ തന്നെ ഇരുന്നു. ഇപ്പൊ തന്നെ അയാളെ പറഞ്ഞേക്കാം. വേണ്ട വേണ്ട, ഞാൻ വേണമെങ്കിൽ കുളത്തിൽ ചാടാം. ആ ബാറ്റ്മാൻ എന്നെ ഊക്കിയെടുത്തല്ല ആകാശത്ത് ഊഞ്ഞാലാടിയത്. എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്. എന്ത് ചെയ്യ, എന്റെ ഒരു ബുദ്ധിമുട്ട്. ഞാൻ രക്ഷപ്പെട്ടല്ലോ.
ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. എന്റെ കഥ അവസാനിക്കാറായി. ഞാൻ രക്ഷപ്പെടണേ. എന്തെങ്കിലും ഒന്നും ചെയ്യല്ലേ. വവ്വാല് മരിച്ചു. എല്ലാ തലകീഴായി തോന്നുന്നല്ലോ. ഇല്ല, നിക്കാൻ പറ്റില്ല. ആ ബാറ്റ്മാൻ എന്നെ വന്ന് കൊല്ലും. അവൻ തീരെയാണ് ഞാൻ ഓടിക്കാം. വരൂ, വേഗം വരൂ. ഇനി നമുക്കൊന്ന് ഏറ്റുമുട്ടാം സുഹൃത്തേ. ഹലോ അങ്കിൾ, കൊള്ളാമോ? എങ്ങനെ? കുരുത്തം കെട്ട കുട്ടി, ആ ചെറിയ കുട്ടി കാരണം എനിക്ക് എന്ത് വലിയ ടെൻഷനാണെന്നറിയോ? നീ ചെന്ന് ആദ്യ കുരുത്തം കെട്ട കുട്ടിയെ കൊണ്ടുവാ. പക്ഷെ ഒരു കാര്യം, ഇതാരും അറിയാൻ പാടില്ല. ആ കുരുത്തം കെട്ട കുട്ടി ഉള്ളതുവരെ എന്റെ ഒരു ജോലിയും നേരെ ചൊവ്വേ നടക്കില്ല. പോയി കൊണ്ടുവരൂ. അയാൾ ശരിക്കൊരു മനുഷ്യനാ. പക്ഷെ അയാൾ ചിറകുണ്ടല്ലോ, അത് ശരിക്കുള്ളതാണ്. ചിലപ്പോ വവ്വാല് മനുഷ്യനായിരിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? പക്ഷെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇതിനെ കുറിച്ച് യാതൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. തീർച്ചയായും അയാളുടെ പുറകെ ആരും ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും മനുഷ്യരെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുന്നത്. ശിവ, നീ കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഹതി, യുഡി, നിങ്ങൾ ലഡ്ഡു സിംഗ് സാറിനെ വിവരം അറിയിക്കൂ. ഞാൻ ഇതിന്റെ പുറകെ ഒന്ന് പോട്ടെ. ഓക്കേ ശിവ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ആ ബാറ്റ്മാനെ ദേവിയെ കൊണ്ടുപോയി. ഈ കോന്തൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിന്നോട് ആ ചെക്കനല്ലേ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്? എന്നിട്ട് നീ ഈ പെൺകുട്ടീനെ എന്തിനാ കൊണ്ടുവന്നത്? ബോസ്, ഇവൾ അവന്റെ ഫ്രണ്ടാണ്. ഇവളെ അന്വേഷിച്ച് അവൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അത് കൊള്ളാം. അതെ കൊച്ചേ, നിന്റെ കൂട്ടുകാരന് ഞാൻ ആരാണെന്ന് അറിയാനുള്ള സമയമായി. ഈ ഹൊറേക്ക രണ്ടും രണ്ടും അഞ്ചാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ആകെ 5 ആക്കി മാറ്റാനല്ലേ അറിയോ? പക്ഷെ ഞങ്ങളുടെ ശിവ 2 2 22 ആക്കി മാറ്റുമല്ലോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. മര്യാദയ്ക്ക് എന്നെ പോകാൻ അനുവദിക്ക്. ശിവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം തകർത്ത് കളയും. കൊള്ളാം, കൊള്ളാം, കൊള്ളാം. ഡയലോഗ് കൊള്ളാട്ടോ. അതിരിക്കട്ടെ, നിനക്ക് ഞാൻ എന്തായാലും ഒരു സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണേ നീ ഒരു വവ്വാലായി മാറാനുള്ളതല്ലേ അല്ലേ? ബോസ്, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. കുട്ടി, നീ ഒരു കേമൻ തന്നെ. നിന്നെ ഞാൻ ഒരു ശക്തി കൂടിയ വവ്വാലാക്കി മാറ്റുന്നതാണ് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം ചെന്ന് പിടിക്കവന്. എന്നിട്ട് അവൻ ആ കൂട്ടിലിട്ട് അടയ്ക്ക്.
നഴ്സിംഗ് സാറേ, വരുന്ന വഴിക്ക് മലയുടെ പുറകിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടേക്ക് വരൂ. നീ ഇതെന്തായി ചെയ്യുന്നത്? അവനെ കാറ്റത്ത് ഇങ്ങനെ പറപ്പിക്കാനല്ല നിന്നോട് പറഞ്ഞത്. അവനെ താഴേക്കിടണ്ട. താങ്ക് യു അങ്കിൾ. എടാ മണ്ട, എന്നെ വിടൂ. എന്നിട്ട് അവനെ പിടിക്ക്. എന്നെ വിടാനല്ലേ പറഞ്ഞത്? Sorry, boss. എന്റെ നടുപ്പ്. എന്തിനാണ് എന്നെ മോളിൽ നിന്ന് താഴേക്കിട്ടത്? മര്യാദക്ക് എന്നെ താഴെ കൊണ്ടുവന്ന് ഇറക്കിയാ പോരായിരുന്നില്ലേ? എന്റെ നടു പോയി. വേണ്ട! വേണ്ട! അവര് ഞാൻ ഹ്യൂമൻ ബാറ്റിന് ഉപയോഗിക്കാനാണ് അതിലിട്ടത്. വേണ്ട! പുള്ളിയെ കെട്ടിയിട്ടു. ഇനി നിങ്ങളുടെ ഊഴം എന്താണ്? തല്ല് പിടിക്കണോ അല്ലെങ്കിൽ സറണ്ടർ അവൻ റെഡിയാണോ? ഒരു മിനിറ്റ് നിക്ക്. ടൈം പ്ലീസ്. നോക്കൂ, നിങ്ങളെല്ലാവരും ആ കുട്ടിയെയാണ് തല്ലേണ്ടത്, അല്ലാതെ എന്നെ അല്ല. ശരിക്കും മനസ്സിലായല്ലോ? Yes, sir. എന്നാ ചെല്ല്. Come on. Hands up, everyone! ഒരു കുട്ടി എന്റെ ലാബ് മുഴുവൻ തല്ലി തകർത്ത് കളഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങൾ രണ്ടും 5 ആളാ. പക്ഷേ ശിവ 22 ആക്കും. ഓക്കേ, എല്ലാരും കൈ പൊക്കിക്കോളൂ. എല്ലാറ്റിനും ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ആദ്യം ശുക്രാന്തിനെ വീണ്ടും മനുഷ്യനാക്കി മാറ്റണം. അവന് മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്ക് യു ശിവ. നീ ഭയങ്കര ധൈര്യവും മനസാക്ഷിയുള്ള ഒരു കുട്ടിയാണ്. ഞാൻ നിങ്ങളെയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചെന്നറിയോ? എന്നിട്ടും നീ എന്നോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നു. അതിന് കുറച്ച് സമയം വേണ്ടി വരും. ഇവൻ ശരിക്കും ഒരു മനുഷ്യനായി മാറും. എന്തായാലും ഞാൻ സമയം തന്നിരിക്കുന്നു. പെട്ടെന്ന് ഇവനെ ശരിയാക്കിയിട്ട് ജയിലിലേക്ക് വന്നോളണം. താങ്ക് യു ശിവ, യു ആർ ഗ്രേറ്റ്. ഹാറ്റ്സ് ഓഫ്. എന്തായാലും ശിവ ആദ്യം ഇവിടെ എത്തിയത് നന്നായി. ഞാനാണ് എത്തിയിരുന്നെങ്കിലേ ആരും ജീവനോടെ ഉണ്ടാവില്ല. ഈ സ്ഥലം മുഴുവൻ കത്തി ചാമ്പലാക്കി കളഞ്ഞാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ? എനിക്കങ്ങ് ദേഷ്യം വന്നാലേ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലെന്നേ. ശിവ, നിങ്ങളെല്ലാം ഇവിടെ നിന്നോളൂ. ഞാൻ വീണ്ടും അവനെ തെങ്ങിന്റെ മുകളിൽ നിർത്തിയിട്ട് വരാം. എന്നാ ചെല്ലട്ടെ? വേണ്ട.